മറിയത്തോടുള്ള പ്രണാമം ക്രിസ്തുവിനുള്ള അനാദരവായിട്ട് എങ്ങനെയാണ് മാറുക? സുവിശേഷത്തിൻ്റെ ഒരിടത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവൻ്റെ അമൃതമൊഴികൾ തൻ്റെ ഉള്ളിൽ നിറച്ചപ്പോൾ ആ ആനന്ദവും അഭിഷേകവുമൊക്കെ ആ പുതുവീഞ്ഞ് കണക്ക് അവളുള്ളത് നിറച്ചപ്പോൾ ഒരു സ്ത്രീ എല്ലാം മറന്നുറക്കെ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, നിന്നെ മുലയൂട്ടിയ ആ പയോധരം, നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. ഈ വാഴ്ത്തിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും ഇടിവ് സംഭവിക്കുന്നുണ്ടോ? മറിച്ച് അവൻ ലഭിക്കുന്ന ശോഭയുണ്ട്. ഒരുപക്ഷെ സുവിശേഷത്തിൽ ക്രിസ്തുവിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ വാഴ്ത്തുകളിലൊന്ന് ഈ സ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന്. അതാവട്ടെ മേരിയുമായി ബന്ധപ്പെടുത്തി അവൻ ലഭിക്കുന്ന വാഴ്ത്ത. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അമ്മയോടുള്ള പ്രണാമം മകനോടുള്ള അനാദരവായി മാറുന്നില്ലെന്ന് സാധാരണക്കാരായ നമുക്ക് നമ്മുടെ ചുറ്റുപാട്ടിൽ നിന്ന് പോലും വെളിപ്പെട്ട് കിട്ടാവുന്നേ ഉള്ളൂ. എന്നിട്ടും മേരിക്കെതിരായിട്ട് മനുഷ്യൻ നിലകൊള്ളുമ്പോൾ അങ്ങേയറ്റം നിന്ന എന്ന ഒരു ഘട്ടത്തിലേക്ക് അതിനെ തള്ളി മാറ്റുമ്പോൾ എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അങ്ങനെ മേരിക്കെതിരായിട്ട് കഠിനമായി നിലപാട് സ്വീകരിക്കുന്നവർ, ഹൃദയം കഠിനമാക്കിയവർ, മറ്റു കാര്യങ്ങൾ പുലർത്തുന്ന ചില നിലപാടുകൾ കൂടി നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കേണ്ടതുണ്ട്. പൊതുവെ ഇത്തരം മേരിക്കെതിരായിട്ട് ഹൃദയം കഠിനമാക്കിയവർ സ്വീകരിക്കുന്ന ആ സുവിശേഷ പ്രഘോഷത്തിൻ്റെ രീതി എന്താണ്? അത് ഗോഡ് ഓഫ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ പഴയ നിയമത്തിൻ്റെ ഒരു തുടർച്ചയാണത്. ആ പഴയ നിയമസങ്കല്പത്തിൽ നമുക്കൊരു ധാരണയുണ്ട്, ഒരാളുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ അയാളോടൊപ്പം ഐശ്വര്യങ്ങളുണ്ടാവും. നോക്കത്താ ദൂരത്തിൽ ഭൂവിടങ്ങൾ, എണ്ണയാൽ തീരാത്ത അടിമകൾ, ആട്ടിൻപറ്റങ്ങളൊക്കെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഐശ്വര്യങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളൊരു തച്ചച്ചെറുക്കനെ കണ്ടുമുട്ടുന്നു, ഒരൈശ്വര്യവുമില്ല. യേശാദിനെ രേഖപ്പെടുത്തുന്ന കണക്ക് അവൻ സൗന്ദര്യം പോലുമില്ല. ഈ സൗന്ദര്യവും ഐശ്വര്യവുമില്ലാത്ത ഒരാളുടെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ട ബാധ്യത ആ തച്ചനായിരുന്നു. നിർഭാഗ്യവശാൽ ഐശ്വര്യമില്ലാത്തവരുടെ കൂടെ, സൗന്ദര്യമില്ലാത്തവരുടെ കൂടെ, ദരിദ്രരുടെ കൂടെ ദൈവമില്ല എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് മേരിയിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം മേരിയിലും ഐശ്വര്യമില്ല, മേരിയിലും മഹത്വങ്ങളൊന്നുമില്ല. സാധാരണക്കാരായൊരു സ്ത്രീ. അങ്ങനെയെങ്കിൽ അവളോടൊപ്പം ദൈവമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഐശ്വര്യങ്ങളുടെ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു തെളിവായി മാറിയേക്കും. അതുകൊണ്ടായിരിക്കണം ബോധപൂർവം മേരിയെ പതുക്കെ പിന്നാമ്പുറത്തേക്ക് അവർ തള്ളിയത്. അങ്ങനെ വരുമ്പോൾ മേരിയുടെ സഹനങ്ങളെ വ്യാഖ്യാനിക്കേണ്ട ബാധ്യത വരുന്നു. ഐശ്വര്യങ്ങളുടെ ദൈവത്തെ ഉറപ്പിക്കേണ്ട ബാധ്യതയ്ക്കിടയിൽ അത്തരമൊരു ബാധ്യത ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നടന്നേക്കും. അതുകൊണ്ട് ലളിതമായ വഴി അതിനെ വിട്ടുകളയാന്നുള്ളതാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആ ജീവനോട് പുലർത്തുന്ന നിലപാടെന്താ? ഭൂമിയിൽ ഏറ്റവും കഠിന അല്ലെങ്കിൽ കാർക്കശ്യമുള്ള ഒരു പഴഞ്ചൻ മതമായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ സങ്കല്പമൊക്കെ ആയിട്ടാണ്. അതിനങ്ങനെ പറ്റൂ. കാരണം ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത് അതിന് തെല്ല് പോലും അയവ് കൊടുക്കാനാവില്ല. ജീവനെ സംരക്ഷിക്കേണ്ടി വരുന്ന ബാധ്യത അതിനുണ്ട്. അത് യുദ്ധമാവട്ടെ, അബോഷനാവട്ടെ, ജീവനുമായി ബന്ധപ്പെട്ട എല്ലാ ഇടങ്ങൾക്കകത്തും കൃത്യമായ നിലപാട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ഇറാഖിലോട്ട് പടയോട്ടം നടത്തുമ്പോൾ പോലും യുദ്ധം ഒരു പാപമാണെന്ന് പറയാനായിട്ട് എന്തുകൊണ്ടാണ്? ഈ ഗർഭത്തിലുള്ള കുഞ്ഞിന് വേണ്ടി തൊട്ട് ഭൂമിയിലുള്ള മുഴുവൻ ഹിംസാത്മതയ്ക്കും എതിരായിട്ട് ഒരു സമൂഹം നിലനിൽക്കുന്നതിൻ്റെ ആധാരശില എന്താ? അത് മേരിയുടെ സജീവ സാന്നിധ്യമാണ്. കാരണം മേരി ഉണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ നമ്മൾ ജീവനെക്കുറിച്ച് വ്യാകുലപ്പെട്ടേ പറ്റൂ, ജീവനെക്കുറിച്ച് വേവലാതിപ്പെട്ടേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇത്തരം സമൂഹങ്ങൾ കൃത്യമായ നിലപാട് ഇത്തരം പ്രശ്നങ്ങളിൽ രൂപപ്പെടുത്തുന്നില്ല. അബോർഷൻ പാപമാണെന്ന് വിളിച്ചു പറയുന്നില്ല. കൊലപാതകം, പടയോട്ടങ്ങൾ, ഇതൊക്കെ പാപമാണെന്ന് വിളിച്ചു പറയുന്നില്ല. അപ്പോൾ പൊതുവെ ഒരമ്മയോടുള്ള നിങ്ങളുടെ നിലപാടാണ് നിങ്ങളുടെ ജീവിതത്തോടെ നിലപാട് പോലും നിശ്ചയിക്കുക. മേരിയോടുള്ള നിലപാട് ആദരണീയമാകുമ്പോൾ, അതിനകത്ത് നിങ്ങളുടെ മനോഭാവങ്ങൾ ശ്രേഷ്ഠമാകുമ്പോൾ ജീവിതത്തോടുള്ള നിലപാടും മനോഹരമാകും, ശ്രേഷ്ഠമാകും എന്നുള്ളത് തന്നെയാണ് പാഠം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഒരു സാരമായ വ്യത്യാസമുണ്ട്. പഴയ നിയമം എന്ന് പറയുന്നത് വളരെ മെയിൽ ഓറിയൻറ്റഡാണ്. ആ ദൈവം പോലും ആ കർക്കശക്കാരനായ പിതാവൊക്കെ ആയിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ശക്തമായ സ്ത്രീബിംബങ്ങൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട്. മക്കബായരുടെ അമ്മയുണ്ട്, മക്കബായ പുസ്തകത്തിൽ അമ്മയുണ്ട്. തൻ്റെ മക്കളെയൊക്കെ കൊലമരത്തിലേക്ക് പോകാനായിട്ട് ധൈര്യപ്പെടുത്തുന്നൊരു സ്ത്രീ.
അവസാനത്തെ കുഞ്ഞും ചോദിക്കുക, അമ്മേ ഞാനും പോകണോ? കുഞ്ഞ് നീയും പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ആ ബലം പകർന്നു കൊടുക്കുന്ന ഒരു സ്ത്രീ. തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ ബിംബം, സങ്കല്പമൊക്കെ മേരിയിൽ പൂർത്തിയാവുന്നുണ്ട്. മേരിയും ക്രിസ്തുവിനെ സഹായിക്കുന്ന അങ്ങനെയാണ്. ഒന്നിനകത്തുനിന്ന് മാറി നടക്കാനല്ല, അപകടങ്ങളിലേക്ക് നടന്നു പോകാനായിട്ട്, മരണത്തെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് മേരി ക്രിസ്തുവിനെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ത്രീ ഒഴികെ ബാക്കിയുള്ള സ്ത്രീബിംബങ്ങളൊക്കെ അത്ര ശക്തമല്ല. അബ്രഹാത്തിനുള്ള ആവശ്യപ്പെടുന്ന ബലി ദൈവം സാറയോടാണ് ചോദിച്ചിരുന്നെങ്കിൽ സാറയുടെ മറുപടി എന്തായിരിക്കും? അപ്പോൾ ശക്തമായ സ്ത്രീബിംബമില്ലാത്തത് കൊണ്ട്, മാതൃസങ്കല്പങ്ങളില്ലാത്തത് കൊണ്ട് ആ പഴയ നിയമം കുറെ അധികം കഠിനമായി പോയി. അതിൻ്റെ നിഷ്ഠകൾ കഠിനമായി പോയി, അതിൻ്റെ ശാഠ്യങ്ങൾ കഠിനമായി പോയി. അത് ഒരു മെയിൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമേ നീ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ. ദൈവം സ്ത്രീയാകുക എന്ന് പറഞ്ഞൊരു സങ്കല്പം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൂർത്തിയാവുന്ന ക്രിസ്തുവിലെ. കാരണം ക്രിസ്തുവിൻ്റെ മുഴുവൻ നിലപാടുകളും നമ്മൾ ശ്രദ്ധിക്കുക. അത് ദൈവത്തിൻ്റെ സ്ത്രൈണമെന്ന് പറഞ്ഞൊരു അംശത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മുഴുവൻ. ക്രിസ്തുവിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തെ മനസ്സിലാക്കുകയാണെന്നുള്ളത് ക്രിസ്തു ഫിലിപ്പോസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫിലിപ്പോസെ, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സ്ത്രൈണാംശം, ദൈവം സ്ത്രീയായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഫേബിൾ, ഒരു ഉപമ കണക്ക് നമുക്ക് വേണമെങ്കിൽ മേരിയെ കരുതാവുന്നേ ഉള്ളൂ. ഇത് കണക്ക് കരുതലുണ്ടാവും, ഇത് കണക്ക് കാവലുണ്ടാവും, ഇത് കണക്ക് ജീവിതത്തിനുടനീളം നിങ്ങളുടെ വഴികളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ശക്തമായ സ്ത്രൈണബിംബമാണ് മേരി. ഒരു ദൈവത്തിൻ്റെ ആ ഒരു സ്ത്രൈണാംശം മേരിയുടെ സാന്നിധ്യത്തിലൂടെ പുതിയ നിയമത്തിനകത്ത് സജീവമാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിന് ഇത്രയും കരുണ, പുതിയ നിയമത്തിൽ ഇത്രയും സ്നേഹം, പുതിയ നിയമത്തിന് ഇത്രയും അലിവ്. ഒരു കാര്യം കൂടി ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. മേരിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ സുവിശേഷത്തിൽ വളരെ കുറവാണല്ലോ. ആര് പറഞ്ഞു? ഉടനീളമുണ്ട് മേരിയുടെ സുഗന്ധം. ഏതു ദൃശ്യങ്ങളും ഒടുവിൽ ഓർമ്മിപ്പിക്കുന്ന മേരിയെ തന്നെയാണ്. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് ആ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ എടുക്കുക. ആ സ്ത്രീ നിൽക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ക്രിസ്തു അവളോട് ഇത്രയും കനിവും അലിവും സഹാനുഭൂതിയും ഒക്കെ കാട്ടിയിട്ടുള്ളത്? ഈ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീ മേരിയുടെ തന്നെ ഒരു സൂചന തന്നെ. നീതിമാനായ ജോസഫ് അപ്രകാരം തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മ ഈ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയിൽ ക്രിസ്തു കണ്ടിട്ടുണ്ടാവും. അന്ന് ആ ഊഴം മേരിയുടേതായിരിക്കും. അന്ന് നീതിമാനായ തച്ചൻ അവൾക്ക് കൊടുത്ത കരുണയുണ്ട്, അവളോട് കാണിച്ച ഒരു മനോഭാവമുണ്ട്. അതിനെത്രയോ മടങ്ങുകൾ അവളുടെ പുത്രൻ ഇന്ന് ഈ സ്ത്രീയോട് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബൈബിളിലുള്ള മിക്കവാറും ദൃശ്യങ്ങൾക്കകത്തൊക്കെ ഈ മേരിയുടെ സാന്നിധ്യമുണ്ട്. ഓർമ്മയെന്ന് പറയുന്നത് രേഖപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രമല്ല, നമ്മളോടൊപ്പം കൊണ്ട് നടക്കുന്ന ഒരു സുഗന്ധമാണ് ഓർമ്മ. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിൽ ഉടനീളം ഈ മേരിയുടെ സ്മൃതി സുഗന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏകപുത്രനെ മരിച്ച ആ സ്ത്രീയുടെ കഥ എടുക്കുക, തീർച്ചയായിട്ടും അത് മേരിയുടെ തന്നെ കഥയാണ്. നാളെ ആ മേരിയുടെയും ഏകപുത്രൻ കൊല്ലപ്പെടും. അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ധർമ്മം പിതാവായ തമ്പുരാൻ്റെതാ. പക്ഷേ ഇപ്പോൾ ഈ അമ്മയുടെ ഉള്ളം കാണാനായിട്ട് തനിക്കാവും. ആ ഒരു ഉറപ്പിലാണ്, ആ ഒരു അനുഭാവത്തിലാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ഈശോ ആ മൃതശരീരത്തിലേക്ക് തൊട്ടുകൊണ്ട് യുവാവെ എഴുന്നേൽക്കാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തൻ്റെ മകനെ തിരികെ കൊടുക്കുക. ഉടനീളം ഇത് മേരിയുടെ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ 2 ചെമ്പുതൊട്ട് നിക്ഷേപിച്ചിട്ട് പോകുന്ന സ്ത്രീയുടെ കഥ ദേവാലയ ഭണ്ഡാരമാണ്. രത്നങ്ങളും വചനങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്ന മനുഷ്യരാ, നിക്ഷേപിക്കുന്ന മനുഷ്യരാ. അതിനിടയിലേക്ക് തൻ്റെ കൈവശമുള്ള ജീവിതം കണക്ക് ക്ലാവ് പിടിച്ച 2 ചെമ്പുതൊട്ട് ആരും കാണുന്ന പ്രാർത്ഥനയോടുകൂടി നിക്ഷേപിച്ചിട്ട് ആ നടന്നു പോകുന്ന സ്ത്രീയിൽ മേരിയില്ലേ? ഈ വിധവയുടെ ഏകധനം അവൾ നിക്ഷേപിച്ചെന്ന ക്രിസ്തു പറയുക. പാവപ്പെട്ട നസ്രത്തിലെ വിധവയുടെ ഏകധനം ആരായിരുന്നു? അത് ക്രിസ്തു തന്നെയാണ്. ആ നിക്ഷേപത്തെയാണ് അവൾ ആ ശ്രീഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിച്ചത്. ഉടനീളം സുവിശേഷത്തിൽ മേരിയുടെ സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തെ തിരിച്ചറിയുക പ്രധാനം. അതിനെ പ്രണമിക്കുകയാണ് പ്രധാനം.